ഉള്ളപ്പോഴുള്ള ഒരു ചോദ്യമാണ്. അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1926 കേട്ടോണ്, അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ കാണാം, സ്ത്രീ അക്ഷരവിദ്യ ഷറഹിൽ മക്രൂഹാണെന്നും അങ്ങ് തുടങ്ങിയിട്ട് അവസാനം പറയുന്നുണ്ട്, ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർത്തും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്നെ സ്ത്രീകളോട് അക്ഷരം, അതായത് വിദ്യ പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ചുരുക്കി പറയുന്നതാണ്, ദീർഘമായിട്ടല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ വാദം നിലനിൽക്കെ തന്നെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമൊക്കെ കാണാം, സമസ്തയുടെ മദ്രസകളിലും തന്നെ പെൺകുട്ടികൾ സ്ത്രീ അക്ഷരവിദ്യ പഠിക്കുന്നുണ്ട്. 926 അൽബയാനിൽ എഴുതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. 926 അൽബയാൻ ഇറങ്ങിയിട്ടില്ല. ഒന്ന് അൽബയാൻ ഇല്ല അന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയാൽ സ്വാഭാവികമായും അതിന്റെ അടുത്ത ലക്കത്തിൽ അതിന്റെ മറുലേഖനം ഉണ്ടോ എന്നും അതിന്റെ ഖണ്ഡനങ്ങൾ ഉണ്ടോ എന്നു കൂടി പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ആ ലേഖനം കണ്ടിട്ടില്ല. രണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവ്വിഷേകമായി എവിടെയെങ്കിലും എന്തെങ്കിലും പൂർവ്വകാലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർവിക മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യം എടുത്തു ഉദ്ധരിക്കുക മാത്രമല്ലാതെ സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന രീതിയിൽ ഒരു നയസമീപനം സമസ്ത സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ മദ്രസത്തുൽ ബനാത്തിന് തുടക്കത്തിൽ തന്നെ അംഗീകാരം കൊടുക്കില്ല. മഹാന്മാരായ ഇപ്പൊ ഇമാം ഷാഫി തങ്ങൾ ഉമ്മ പോലെയുള്ള പൂർവികരായ തസൗഫിന്റെ ആലിമ്യങ്ങളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി എഴുതി വെച്ച ഏതെങ്കിലും ഉദ്ധരണികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ആ വായിച്ച ലേഖനത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഉപയോഗിച്ച പദം അതിന് വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ അഭിപ്രായമോ അങ്ങനെ വരാനേ വഴി കാണുന്നുള്ളൂ. ഒരിക്കലും ഒരു തീരുമാനമോ മസലയോ അങ്ങനെയല്ലല്ലോ പറയാറുള്ളത്. അല്ല, വഴി അത് ഒരാളുടെ അഭിപ്രായം, അത് എഴുതിയ ആളുടെ അഭിപ്രായം എന്നതുപോലെ കിതാബുകളുടെ ഉദ്ധരണി നോക്കിയാൽ സമത്തക്കാരല്ലാത്ത പൂർവീക പണ്ഡിതന്മാർ തന്നെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന്റെ ദൂഷ്യത ഉദ്ധരിച്ചത് കാണാൻ കഴിയും. പൂർവീക പണ്ഡിതന്മാരുടെ രേഖകളിൽ തസൗഫിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ഡിതന്മാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായാന്തരം സ്വാഭാവികമാണ്. പക്ഷെ സമത്വ ഒരു നയം എന്ന രീതിയിൽ മദ്രസത്തുൽ ബനാത്ത് ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഇവ്വിഷേകമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് ആദ്യമായി അംഗീകാരം കൊടുക്കുന്ന രണ്ടാമത്തെ മദ്രസത്തുൽ ബനാത്താണ് ഇന്ന്. പക്ഷേ പെൺകുട്ടികൾക്ക് ഇസ്ലാമികമായ ചില ചിട്ടകളും പരിധികളും പരിമിതികളും മതം കൽപ്പിച്ചിട്ടുണ്ട്. അത് പാലിക്കപ്പെടുക തന്നെ വേണം. അസ്സലാമു അലൈക്കും. എനിക്ക് പറയാനുള്ളത്, ഞാന് പാപ്പിശ്ശേരിക്കാരനാണ്. പക്ഷെങ്കിൽ കീച്ചേരിയിൽ മുമ്പ് സമസ്ത ഇല്ല സമയത്ത് പിന്നെ നബിദിനത്തിന്റെ പരിപാടിക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പാടില്ല. ആരാ? സ്ത്രീകളാ, ചെറിയ പെൺകുട്ടികളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ പങ്കെടുപ്പിച്ചതിന്റെ പേരിൽ അവിടെ വാണിംഗ് കൊടുക്കുകയും പിന്നെ വീണ്ടും അത് അവിടെ പെൺകുട്ടികളെ വീണ്ടും ഘോഷയാത്രയ്ക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തതിന്റെ പേരിൽ സമസ്ത അന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. ആ മദ്രസയാണ് ഇന്ന് ഈ മറ്റുള്ള കൗമുകൾ പിടിച്ചിട്ട് അവരുടെ കയ്യിലാണ് ഇപ്പൊ ആ മദ്രസ കീച്ചേരിയിൽ നിൽക്കുന്നത്. അല്ല, കീച്ചേരിയിലെ മദ്രസ സമസ്തന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അന്ന് വാണിംഗ് കൊടുത്തിട്ടും അവർ വീണ്ടും അവരെ പങ്കെടുപ്പിച്ചതിന്റെ പേരിൽ ആ മദ്രസ സമസ്തയിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. ആ മദ്രസ വീണ്ടും ഗാന്ധപുരക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഉസ്താദിന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, ഒരു മദ്രസയിൽ ഇങ്ങനെ മുജാഹിദുകളുടെ പരിപാടികളും വെക്കാറുണ്ട്, മറ്റുള്ള സമസ്തന്റെ പരിപാടികളും വെക്കാറുണ്ട്, അത് നമ്മളിതല്ലേ. കാരണം നിങ്ങൾ അത് നോക്കിക്കൊണ്ട് ആ മദ്രസയെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ അവരുടെ കയ്യിലായിരിക്കും വീണ്ടും എത്തുക. അങ്ങനെ വരുമ്പോൾ അതിലും വരുന്ന ഭവിഷ്യത്തുകൾ വേറെയായിരിക്കും. അതുകൊണ്ട് എല്ലാം ചിന്തിച്ചുകൊണ്ട് ഒരു വ്യക്തി SKSSF വരാൻ വേണ്ടി മാത്രം ആ മദ്രസയെ വെറുതെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നും, അതുപോലെ പിന്നെ പല പള്ളികളിലും AP-ക്കാർ കമ്മിറ്റിയിൽ ഉണ്ട് എന്നും, അതുപോലെ മുജാഹിദുകളും ജമാഅത്തുകാരും പല ആൾക്കാർ സാഹചര്യത്തിൽ ഉൾപ്പെടുത്തേണ്ട വരുന്നത് കൊണ്ട് ആ മാതിരി പ്രയോഗങ്ങൾ എന്തെന്നാണെന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരമാണെന്നും ഉസ്താദിനോട് ഇത് ചോദ്യമല്ല, അപേക്ഷയാണ്. അതായത് ആ വിഷയത്തിൽ ഇനി നിങ്ങൾ ഇപ്പൊ നാട്ടുകാർ രണ്ടു കൂട്ടർ തർക്കിക്കണ്ട. കാരണം ഒരു മദ്രസ കമ്മിറ്റിയുമായുള്ള പ്രശ്നമാണ്. ഒരു മദ്രസ കമ്മിറ്റിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഇയാൾക്ക് ആ പ്രശ്നം നേരെ വിദ്യാഭ്യാസ ബോർഡിൽ അറിയിക്കാം. എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച രാവിലെ വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് ചേരും. ഒരു പരാതി വിദ്യാഭ്യാസ ബോർഡിന് കിട്ടിയാൽ ഒരു മുഫത്തിശൻ എങ്ങോട്ട് അയക്കും?
അയാൾ അവിടെയുള്ള സാഹചര്യം പഠിക്കും, പഠിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവിൽ വെക്കും. വെച്ചതിന് ശേഷം നിങ്ങളെ ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരെ ക്ഷണിക്കും, വിശദീകരണം ചോദിക്കും. എല്ലാം പഠിച്ച് ആലോചിച്ചിട്ടേ സമത്വ തീരുമാനമെടുക്കും. അല്ലാതെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് ചർച്ച അവസാനിപ്പിക്കണേ ആരും ചോദിക്കേണ്ട, വിശദീകരണവും വേണ്ട. മദ്രസ കമ്മിറ്റിക്ക് പരാതി ഉണ്ടെങ്കിൽ ഇയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിന് കൊടുക്കാം, വിദ്യാഭ്യാസ ബോർഡ് പരിശോധിക്കും. അതിന് അന്വേഷണങ്ങളും പ്രക്രിയകളും കഴിഞ്ഞ ശേഷം ആലോചിച്ച് വിദ്യാഭ്യാസ ബോർഡിന് നടപടി വരും. അത് നമ്മളല്ല പറയേണ്ടത്, SKSO SOSO അല്ല പറയേണ്ടത്, വിദ്യാഭ്യാസ ബോർഡ് തീരുമാനമെടുക്കും. ഞാൻ വിഷയത്തിൽ ചർച്ച വേണ്ട. അസ്സലാമു അലൈക്കും. ഇത് സമസ്ത വിശദീകരണമാണല്ലോ. സമസ്ത എന്ന് കുറെ നേരം ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്നും പറയുന്നു. സമസ്ത ഇവിടെ രൂപീകരിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞു. ജമമുജാദികളെ വിദേഹത്തിന്റെ കക്ഷികളെ എതിർക്കാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കേവലം അന്നത്തെ കണ്ണിയത്തിനെയും EK ഉസ്താദിനെയും വിളിച്ച് നിങ്ങൾ ഞങ്ങളാണ് സമസ്തന്റെ ആളുകൾ എന്ന് പറയുന്നത്. പക്ഷേ അവര് ഉൾക്കൊണ്ടതായ ആ ആശയത്തെ, അവർ ഉൾക്കൊണ്ടതായ മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയും എതിർക്കാനാണെന്ന് അവർ നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ഇന്ന് കേവലം ഈ കടലാസിൽ മാത്രം ഒതുങ്ങിയ ഈ സമസ്ത എന്ന് പറയുന്ന ആളുകൾക്ക് ഇവിടെ ഒരുപാട് സലഫികളും ഹുസൈൻ സലഫിയെ പോലത്തെ അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ സക്കരിയ സ്വലഹിയെ പോലത്തെ ആളുകൾ പല ഭാഗത്തും ഈ സുന്നത്ത് ജമാഅത്തിനെ വെല്ലുവിളിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സമസ്തയുടെ കീഴിലുള്ളതോ ഈ സമസ്തയുടെ കീഴിലോ അതിലെതിരെ കീഴ്ഘടകങ്ങളായ SBS മറ്റു സംഘടനകളോ എന്തുകൊണ്ട് അവർക്കൊരു മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? അതുപോലെ തന്നെ അങ്ങനെ അവർ നിങ്ങളുടെ ഒരു സംവാദത്തിനോ ഒരു മുഖാമുഖത്തിനോ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഒരു ചോദ്യം. ഇവിടെ ചോദ്യമല്ല ഇപ്പോൾ ചോദിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം അങ്ങനെ ആരോപിക്കേണ്ടി വന്നതാണ്. സമസ്ത എപ്പോഴും ഈ വിഷയത്തിൽ ആദർശ പ്രചരണത്തിന് വളരെ സജീവമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. എന്നാൽ മുജാഹിദ് നേതാക്കന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ മുമ്പിലേക്ക് വന്നാലുള്ള അവസ്ഥ ഓർത്തിട്ട് വരാതിരിക്കുന്നതാണ്. ഈ വന്ന സുഹൃത്തുക്കളുടെ ഒറ്റ കാര്യമാണ്, മുജാഹിദിന്റെ ഉന്നതരാകുന്ന നേതാക്കളെ ഞങ്ങളെ നേതാക്കളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നിങ്ങളേറ്റാൽ ഉടനെ തന്നെ ഒരു തുറന്ന സംവാദം നടത്താൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ വിളിക്കാത്ത കൊണ്ടല്ല, അവര് വരാത്ത കൊണ്ടാണ്. നിങ്ങളൊരു ബ്രോക്കറായി നിന്ന് വരുത്തി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എത്ര പ്രാവശ്യം നിങ്ങൾ ഹുസൈൻ സലഫിക്കും അതുപോലെ തന്നെ സക്കരിയ സ്വലാഹിക്കും നിങ്ങൾ മറുപടി പറഞ്ഞു? നേരിട്ട് സംവാദത്തിലൂടെയോ അതല്ലെങ്കിൽ മുഖാമുഖത്തിലൂടെയോ എത്ര പ്രാവശ്യം നിങ്ങൾ മറുപടി പറഞ്ഞു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരംഭിച്ചതിന് ശേഷമുള്ളതാണോ അതോ എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, മേഖല അടിസ്ഥാനത്തിൽ, ജില്ലാ അടിസ്ഥാനത്തിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എണ്ണി പറയണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ആദർശ പ്രചാര രംഗത്ത് ഞങ്ങൾ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. അയാളോട് മാത്രം ശ്രദ്ധിക്കണം, അയാളെ ശ്രദ്ധിക്കണം, നിങ്ങൾ ചെവി കേൾക്കണം. പ്ലീസ് യുവർ അറ്റൻഷൻ. ഒന്ന് ചോദിക്കലേ, മറുപടി നിങ്ങൾ വരി, നിങ്ങൾ പറയുന്നത് കേട്ട മാന്യമായിട്ട് സുഹൃത്തേ വാ. നിങ്ങൾ അവിടെ ഇരിക്കുക. എന്താണ് മറുപടി പറയാം? അതായത് മറുപടി പറയാൻ കഴിയാത്തവരുടെ ദൗർബല്യമാണ് മറ്റു ശബ്ദകോലാഹലം. നിങ്ങൾ ചോദിച്ച ചോദ്യം ഇവർക്കെതിരെ സമത്വ വാദപ്രതിവാദം നടത്താറുണ്ടോ എന്നാണല്ലോ ചോദ്യം. ഒരു കാര്യം ആമുഖമായി പറയട്ടെ, ഒരു മുജാഹിദും ഒരു ജമാഅത്തും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് അതികഠിനം അവിടെ സംസാരിക്കരുത്. അതികഠിനമായ വിമർശനം നടത്തിയിട്ട് മറുപടി പ്രസംഗം വെച്ചിട്ട് പ്രസംഗവും വേദിയില്ലാത്ത ആൾക്കാർക്ക് പണി ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞു തീരട്ടെ, അതേ സമയത്ത് ബിദഈ പ്രസ്ഥാനക്കാരുടെ ഒരു പ്രസംഗം നടന്നാൽ അതിന് മറുപടി അർഹിക്കുന്നുവെങ്കിൽ അവിടെ മറുപടി പറഞ്ഞു. വാഴക്കാട് ഉദാഹരണം, നിങ്ങളെ നേതാവ് മാസങ്ങളോളം പറഞ്ഞു, 1-ാം പ്രസംഗം, 2-ാം പ്രസംഗം, 3-ാം പ്രസംഗം, 4-ാം പ്രസംഗം.